സിൽവർ ലൈൻ DPRൽ തിരുത്തൽ വേണമെന്ന റെയിൽവേ നിർദ്ദേശത്തിന് പിന്നാലെയാണ് മാസങ്ങളായി മരവിച്ചു കിടന്ന പദ്ധതിക്കുമേൽ തുടർ ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നത്. റെയിൽവേയുടെ നിർമ്മാണ വിഭാഗം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജി സക്രയുമായി KRL MD അജിത് കുമാർ കൊച്ചിയിൽ ചർച്ച നടത്തി. തുടർ ചർച്ചകൾക്ക് വഴിവെച്ചുകൊണ്ടാണ് ആദ്യ കൂടിക്കാഴ്ച അവസാനിച്ചതെന്നും ചർച്ച പോസിറ്റീവ് എന്നുമായിരുന്നു പുറത്തിറങ്ങിയ KRL MDയുടെ പ്രതികരണം. ഇനി ചർച്ച കണ്ടിന്യൂ ചെയ്യും. റെയിൽവേ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറെ മീറ്റിംഗ്സ് ഉണ്ട്. ഇന്നത്തെ മീറ്റിംഗ് തീർന്നു. ശരി, ഓക്കെ, താങ്ക് യു. DPRൽ അടിമുടി മാറ്റവുമായി റെയിൽവേ രംഗത്ത് വന്നതോടെയാണ് ഏറെക്കാലമായി മരവിച്ചു കിടന്നിരുന്ന സിൽവർ ലൈൻ പദ്ധതിക്കുമേൽ ചർച്ചകളും പ്രതിഷേധവും വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. സിൽവർ ലൈൻ പദ്ധതിയിൽ മറ്റു ട്രെയിനുകളും ഓടിക്കാനാകണം. നിലവിലെ DPRലുള്ള സ്റ്റാൻഡേർഡ് ഗേജിനു പകരം ബ്രോഡ് ഗേജ് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് റെയിൽവേ മുന്നോട്ട് വെച്ചത്. സിൽവർ ലൈന് മാത്രമായി പ്രത്യേക പാതയെന്ന DPR തിരുത്തേണ്ടി വരും. അങ്ങനെയെങ്കിൽ സിൽവർ ലൈൻ DPRൽ മുന്നിൽ കണ്ട 200 കിലോമീറ്റർ വേഗതയും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള 4 മണിക്കൂർ യാത്രയും സാധ്യമാകില്ലെന്ന് സൂചന. അതിനാൽ റെയിൽവേ നയം പ്രകാരം പദ്ധതി നടപ്പാക്കുന്നതിൽ വ്യക്തത വരുത്തുകയാണ് തുടർ ചർച്ചകളിലൂടെ KRL ലക്ഷ്യമിടുന്നത്. ഡൽഹി മീററ്റ് മുംബൈ അഹമ്മദാബാദ് അതിവേഗ പാതയ്ക്ക് പ്രത്യേക ലൈൻ ഉണ്ടെന്ന വാദവും KRL റെയിൽവേക്ക് മുന്നിൽ ഉന്നയിക്കുന്നുണ്ട്. 160 കിലോമീറ്ററിന് മുകളിലുള്ള ട്രെയിൻ സർവീസുകൾക്ക് പ്രത്യേക പാത പരിഗണിക്കാനാവുന്നതാണെന്ന് 2018 റെയിൽവേ വേഗനയം സംബന്ധിച്ച കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് തുടർ ചർച്ചകൾ മുന്നോട്ട് പോവുക. അതേസമയം ചർച്ചകൾ സജീവമായതിനൊപ്പം പ്രതിഷേധവും കൊച്ചിയിൽ സജീവമാവുകയാണ്. KRL വിരുദ്ധ സമിതിയാണ് റെയിൽവേ സ്റ്റേഷന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തിയത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്.